ഓൾ നമുക്കിന്ന് +1 സോഷ്യോളജിയുടെ ഓരോ ചാപ്റ്റേഴ്സിലെയും എത്ര വെയിറ്റേജ് വരും നമുക്കിന്ന് നോക്കാം. നമുക്കറിയാലോ, ഫസ്റ്റ് നമുക്ക് ടോട്ടലി 10 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ഫസ്റ്റ് പാർട്ട് എ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സോഷ്യോളജി ആൻഡ് സൊസൈറ്റി ആണ് അല്ലെ, സമൂഹശാസ്ത്രവും സമൂഹവും ചാപ്റ്റർ നമുക്കൊരു 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ടേംസ്, കോൺസെപ്റ്റ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി, പദങ്ങളും സങ്കല്പങ്ങളും സമൂഹശാസ്ത്രത്തിലെ അവയുടെ ഉപയോഗവും ഈ ചാപ്റ്ററിൽ നമുക്ക് 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹ്യ സ്ഥാപനങ്ങളെ മനസ്സിലാക്കൽ, ഈ ചാപ്റ്ററിൽ ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ, ഒരു 11 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ, അതൊരു എസ്സേ ടോപ്പിക്കും കൂടെ ഉള്ള ഒരു ചാപ്റ്റർ ആണ് സോഷ്യലൈസേഷന്റെ ചാപ്റ്റർ. അതുപോലെ ഡൂയിങ് സോഷ്യോളജി റിസർച്ച് മെത്തേഡ്സ്, ഓക്കെ, സമൂഹശാസ്ത്രം ചെയ്യുന്ന ഗവേഷണ രീതികൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. ഒരു 7 to 9 മാർക്ക് വരെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, നമ്മുടെ പാർട്ട് ബി അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി അല്ലെ, ഫസ്റ്റ് ചാപ്റ്റർ ആണ് സോഷ്യൽ സ്ട്രക്ചർ, സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് സോഷ്യൽ പ്രോസസ് ഇൻ സൊസൈറ്റി, സാമൂഹ്യ ഘടനാ തലങ്ങളിൽ സമൂഹത്തിലെ സാമൂഹ്യ പ്രക്രിയകൾ. ഇതിൽ നിന്നൊരു 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഡർ ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി, ഗ്രാമീണവും നാഗരികവുമായ സമൂഹങ്ങളിലെ സാമൂഹ്യ മാറ്റവും സാമൂഹ്യ ക്രമവും. ഒരു 11 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇതൊരു എസ്സേ ടോപ്പിക്കും കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എൻവയോൺമെന്റ് ആൻഡ് സൊസൈറ്റി, പരിസ്ഥിതിയും സമൂഹം, ഒരു 8 മാർക്ക്. ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. ഇൻട്രൊഡ്യൂസിങ് വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ്, പാശ്ചാത്യ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുന്നത്. 10 മാർക്കിന് ഈ വിഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡ്യൂസിങ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞന്മാർ അല്ലെ, 11 മാർക്ക്. ഇതൊരു എസ്സേ ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ടേംസ് ആൻഡ് കോൺസെപ്റ്റ്, ഇതും ഒരു എസ്സേ ടോപ്പിക്കാണ്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക, അതിന്റെ പ്രാധാന്യത്തോടെ പഠിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് എസ്സേ ടോപ്പിക്സ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്തെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു.